നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. പ്രിയ യുവനടൻ ദുൽഖർ സൽമാൻ്റെ ജന്മദിനമായ ആ യുവനടന് എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. മറ്റൊന്ന്, 6,000 കോടി രൂപ മുടക്കി ഒരു പ്രതിമ ഉണ്ടാക്കിയ ഇന്ത്യയിൽ ഏതാണ്ട് സ്റ്റേറ്റുകളും കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 60 ഡിവിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഇന്ത്യ. ആ 60 ഡിവിഷനിൽ 100 കോടി വെച്ച് 6,000 കോടിയായി. 100 കോടി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ 60 ഡിവിഷനിലും നല്ലൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാമായിരുന്നു. ആ സ്ഥാനത്താണ് പക്ഷികൾക്കൊക്കെ കാഷ്ടമിടാൻ വേണ്ടി 6,000 കോടി മുടക്കി ഒരു പ്രതിമ ഉണ്ടായി. അങ്ങനെ ഓരോന്നും നമ്മുടെ രാജ്യം, നമ്മുടെ മാതൃഭൂമി, മാതൃരാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ കോടിക്കണക്കിന് മുടക്കുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരം ചോരുന്നു എന്ന് കേൾക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാനോ ഇന്ത്യയിൽ വകതിരിവുള്ള ആരും ഇല്ലാതെ പോയോ? നിഷ്പക്ഷമതികളെ, ബുദ്ധിജീവികളെ, സമ്പന്നന്മാരെ. ഒരു പാവപ്പെട്ടവൻ കല്യാണത്തിന് ചെലി ചുരുക്കണമെന്ന് പറഞ്ഞാൽ കളിയാക്കും. പക്ഷെ സമ്പന്നൻ കാണിച്ചു കൊടുത്താലേ മാതൃകയാവുള്ളൂ. അതുപോലെയാണ് ബുദ്ധിയുള്ള സമ്പന്നന്മാർ ചിന്തിക്കണം. നമ്മുടെ രാജ്യം എവിടേക്കാണ്, എങ്ങോട്ടാണ്? കോടാനുകോടി മുടക്കി ആരോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ആരോ പേടിപ്പിക്കാൻ വേണ്ടി പണിത് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ചോരുന്നു. അയോധ്യയിൽ പണിത് രാമക്ഷേത്രം ചോരുന്നു. ബീഹാറിൽ പണിത് 15ഓളം കോടികൾ മുടക്കിയ പാലങ്ങൾ വീഴുന്നു. ഡൽഹിയിൽ പണിത് അണ്ടർഗ്രൗണ്ട് സബ്വേ, അത് വെള്ളം മുങ്ങി അർത്ഥശൂന്യമായി. ഇതിനൊക്കെ കോടികൾ മുടക്കിയിരിക്കുന്നത് 1-2 അല്ല, 1000 കോടികളാണ്. നമ്മുടെ രാജ്യം എവിടേക്ക്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ കർണാടകയിലെ ആ സംഭവം, ഇപ്പോൾ വയനാട് സംഭവം, ഇവിടെയെല്ലാം മനുഷ്യൻ എത്ര നിസ്സഹായരാണ്. വയനാട് സംഭവം എടുത്ത് നോക്ക്. അവിടെ ഏതാണ്ട് 400-ൽ പരം ആൾക്കാർ ഔദ്യോഗികമായി മരിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇനിയും കുറച്ചുകൂടി ശവശരീരം കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം തെളിയുന്നുണ്ട്. അപ്പോൾ ഏത് 500 എന്ന് വിളിക്കേ. ആ സ്ഥാനത്ത് 500 പേര് മരിച്ച് നമുക്ക് എന്തുമാത്രം വിഷമവും പ്രയാസവും ദുഃഖകരമാണ്. ഈ സംഭവം കേട്ട് ഉറങ്ങാത്തൊരുവരെ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. നേരെ ഒരു ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അത്ര മനുഷ്യ സ്നേഹികളാണ്. ഇത് പ്രയാസമുണ്ട്. ഇത് പ്രകൃതി ദുരന്തം എന്ന് പറയും. പ്രകൃതി ദുരന്തം ഉണ്ടാകാറില്ല ഇന്നലെ പറഞ്ഞതാണ്. എന്നാലും അത് അങ്ങനെ മനുഷ്യനിർമ്മിത, നേരിട്ട് മനുഷ്യനിർമ്മിതമല്ല. പക്ഷേ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞു, ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ആ മുൻ അക്രമത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഏതാണ്ട് 50,000 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, രോഗികൾ, സ്ത്രീകൾ, വൃദ്ധർ ഉൾപ്പെടെ 50,000 പേരിൽ കൂടുതൽ ഔദ്യോഗികമായി മരിച്ചു കഴിഞ്ഞു. അതിനൊക്കെ 4-5 ഇരട്ടികൾ രോഗികളോ അല്ലെങ്കിൽ ശവം കിട്ടാക്കിടപ്പുണ്ട്. ഇതൊന്നും പ്രകൃതി അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമല്ലേ? ഇതൊക്കെ നേരിട്ട് മനുഷ്യനിർമ്മിതമല്ലേ? അപ്പോൾ എത്ര ഈ 1,00,000 പേര് അല്ലെങ്കിൽ 1,00,000 പേര് അല്ലെങ്കിൽ 2,00,000 പേര് കൊല്ലുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രോഗികളാക്കുന്നതിന് വേണ്ടി, അംഗവൈകല്യം ഉള്ളവരാക്കാൻ വേണ്ടി എത്ര ലക്ഷം കോടി ഡോളറാണ് കത്തിച്ചത്? ഓരോ മിസൈലിനും, ഓരോ റോക്കറ്റിനും, ഓരോ മിസൈലിനൊക്കെ എത്ര 1000 കോടിയാണ് ചിലവ്. അപ്പോൾ എത്ര കോടി മുടക്കി? എന്നിട്ട് കൊന്നത് 2-3 ലക്ഷം പേര്, അംഗവൈകല്യം ഉൾപ്പെടെ. അതായത് 300 ദിവസം ആയെന്ന് പറയുന്നു. ഇപ്പോൾ 300 ദിവസം കൊണ്ട് ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് ഇത്രയും ആയുധങ്ങൾ അല്ലെങ്കിൽ ബോംബുകൾ വർഷിച്ച ഒരു സംഭവം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. 2ാം ലോകമഹായുദ്ധം, 1ാം ലോകമഹായുദ്ധമൊക്കെ 5 വർഷം നടന്നത്. 2ാം ലോകമഹായുദ്ധം 14-19, 5 വർഷം. മറ്റു 1939-45, അപ്പോൾ 5 വർഷം. 5 വർഷം ചെയ്ത യുദ്ധത്തിന് ഫലമായിട്ടാണ് ഇത്ര ആൾക്കാർ മരിച്ചതൊക്കെ. ഇതാണ് 300 ദിവസം കൊണ്ടാണ് നിരപരാധികളായ മറ്റ് രാഷ്ട്രങ്ങൾ തമ്മിലായിരുന്നു. ഇത് രാഷ്ട്രമല്ല, ഒരു സംഘടന. ഇസ്രായേൽ പോലെയുള്ള അമേരിക്കയുടെ സർവ്വസജ്ജീകരണത്തോടെ
വരുന്ന ഇസ്രായേൽ ഏതാണ്ട് സുസംഘടിതരല്ല. ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പായിട്ട് യുദ്ധം ചെയ്താണ്. മറ്റ് രാഷ്ട്രങ്ങൾ തമ്മിലാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കയാണ് ലോകത്തുള്ള എല്ലാ നാശങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമെന്നുള്ളത് യാതൊരു സംശയമില്ല. എല്ലാത്തിനും പരിഹാരം കണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം UN എന്നിട്ട് അവിടെ എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുന്നുണ്ടോ? ആൾക്കാരെ കൊല്ലാൻ ഏത് തെണ്ടിക്ക് സാധിക്കും? ഇപ്പം എന്നെ കൊല്ലാൻ വിചാരിച്ചാൽ എത്ര ദിവസമാണ്? ഏത് രണ്ടാഴ്ച കാത്തി എന്നെ കൊല്ലാം. അതുകൊണ്ട് ഇന്ന് നേട്ടമുണ്ടായി. ഇപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷി ഇറാൻ എന്ന് പറഞ്ഞ് വെച്ച് അവിടെ ഏറ്റവും സുസജ്ജമായ ഏറ്റവും ശക്തമായ പ്രതിരോധമുള്ള അവർ രഹസ്യ അറ അല്ലെങ്കിൽ ക്യാബിൻ വെച്ചല്ലേ ഇസ്രായേൽ എന്ന് പറയുന്ന ബോംബ് സ്ഫോടനം നടത്തിയത്. പറയുമ്പോൾ നമ്മൾ ഇറാനൊക്കെ എന്ത് മനുഷ്യനെന്ന് സംശയിക്കുകയാണ്. കാരണം 2 മാസത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ബോംബ് വെച്ചത്. ആ മുറി മാത്രം, അദ്ദേഹത്തെ മാത്രം കൊന്ന്, ആ ബിൽഡിംഗ് കളഞ്ഞില്ല. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്ന? ഇറാനെ നയിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പട്ടാളത്തിലും പോലീസിലും രഹസ്യാന്വേഷണ വിഭാഗത്തിലൊക്കെ ഇസ്രായേൽ ചാരന്മാരുണ്ട് എന്നല്ലേ അനുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ഇറാൻ്റെ ഏറ്റവും വലിയ പട്ടാള വിങ്ങാണ്. അവരാണ് സംരക്ഷ ആ പാലസിന്. അവിടെ വിശിഷ്ട അതിഥിയായി കഴിഞ്ഞ ആളെ നിർദാക്ഷിണ്യം വകവെത്തണമെങ്കിൽ ആ പർട്ടിക്കുലർ പോയിൽ മാത്രം 2 മാസം മുമ്പ് അവിടെ ബോംബ് നിക്ഷേപിച്ചു തന്നെ. അപ്പോൾ ഇറാൻ എന്ത് സുരക്ഷയാണ്? ഇന്നലെ ഞാൻ പറഞ്ഞു, പലസ്തീൻകാരോടോ അല്ലെങ്കിൽ ഹമാസോടോ പിന്നെ ലഹള അല്ലെങ്കിൽ അക്രമം ഒന്നും പരിഹാരമല്ലെന്ന്. പക്ഷേ അതിനർത്ഥം ഇസ്രായേൽ നല്ലതെന്നല്ല പറഞ്ഞേ. ഇസ്രായേൽ എന്ന് പറഞ്ഞ തെമ്മാടി രാഷ്ട്രമാണ്. അവരെ കുത്തിപ്പൊക്കി അവർക്ക് വേണ്ടി വാദിക്കുന്ന കുറേ സംഖ്യകളുണ്ട്. പിന്നെ ഇപ്പോൾ മുസംഖികൾ ഇസ്രായേലിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് മുസംഖികളുണ്ട്. അപ്പോൾ മുസംഖികളും ക്രിസംഖികളും സംഖ്യകളും കൂടി പറയുന്ന ചില ഷക്കീന ചാനലൊക്കെ പറയുന്നത് എന്താണ്? എന്തൊരു ആഹ്ലാദമാണ് അദ്ദേഹത്തെ കൊന്നപ്പോൾ. ആരെയും കൊല്ലം നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇസ്രായേൽ കഴിഞ്ഞ ഏതൊരു 100 വർഷം 80 വർഷം മറ്റോ കഴിഞ്ഞ് ഈ നിരായുധരായ അസംഘടിതരായ ഒരു ഗ്രൂപ്പിനോട് യുദ്ധം ചെയ്ത്, ഞാനിവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ചില അറിയുന്ന നേതാക്കളോട് പറഞ്ഞറിയോ, അവസാനം നിങ്ങൾ പയറ്റേണ്ടത് ഇന്ത്യൻ പട്ടാളത്തോടാണ്. ഇന്ത്യൻ പട്ടാളത്ത് മുട്ടി ജയിക്കാൻ നിങ്ങൾക്ക് കൊണ്ടല്ല ഒരാൾക്ക് സാധ്യമല്ലെന്ന് മാത്രമല്ല അങ്ങനെ സംഭവിക്കാനും പാടില്ല. കാരണം നമ്മുടെ പണ്ട് കണ്ടില്ലേ, ബെയിൽ പാലം ഉണ്ടാക്കി. എന്തൊരു അഭിമാനം നമുക്ക് നമ്മുടെ പട്ടാളക്കാരെ കുറിച്ച്. ആ പട്ടാളക്കാർ വന്നു കഴിഞ്ഞാൽ അവർ വിജയിച്ചിരിക്കണം. അതാണ് ഒരു മാതൃസ്നേഹമുള്ളവർക്ക് സന്തോഷം. അപ്പോൾ നിങ്ങൾ ജയിക്കുക എന്ന് പറഞ്ഞാണ്. അതുപോലെ അമേരിക്കയോടാണ് യുദ്ധം ചെയ്യേണ്ടത്. അത് ബുദ്ധിമാനായ നാസറിന് ശേഷം സാദിഖ് അദ്ദേഹം മനസ്സിലായി. എന്താണ് 3 വർഷം യുദ്ധം ചെയ്തപ്പോൾ നിർത്തിയത്? അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ മതി, പക്ഷെ അമേരിക്ക യുദ്ധം ഞങ്ങൾ പോരാ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള കക്ഷികളിൽ ചേർത്താണ് യുദ്ധം നടത്തിയത്. അതുപോലെ അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ ഈ ഇറാനോ അല്ലെങ്കിൽ ഹമാസോ സാധിക്കുമോ? അപ്പോൾ അവരെന്താ വേണ്ടത്? കുറച്ചുകൂടി നയസമീപനം. ഇപ്പോൾ സൗദി അറേബ്യ ചെയ്യും പോലെ. അവർക്കറിയാൻ പറ്റാത്തതുകൊണ്ടാണോ? അവർക്കറിയാം. എങ്കിലും ഭാവി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നയത്തിൽ നിൽക്കണം. സ്ഥലത്തെ പ്രമാണിമാരെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയും പോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അല്ല നേരിട്ട് എതിർക്കാൻ സാധിക്കില്ല. കാരണം അവർ അങ്ങനെയാണ് സന്നാഹം. അപ്പോൾ അവർ അമേരിക്കയ്ക്ക് ഇത് യുദ്ധം ചെയ്യാൻ ഈ ഇറാനെ കൊണ്ടോ അല്ലെങ്കിൽ ഹമാസിനോ സാധിക്കുമോ? ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി സംഘടിച്ച് ഇസ്രായേലിലേക്ക് വെക്കാതെ ഇന്ന് രാത്രിയോ, ഇന്നിപ്പോൾ മറ്റേ അദ്ദേഹത്തിന് മറവിയും മയ്യത്ത് മറവിയപ്പോൾ ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുക ലോകത്ത്? അതുകൊണ്ട് അവിടെ കുറേ നിരപരാധി, അവിടെ ഇസ്രായേലാണെങ്കിലും യഹൂദന്മാരും നിരപരാധികളാണല്ലോ. യുദ്ധത്തെ എല്ലാം കുറ്റമല്ലോ, അവരെ കൊല്ലാമെന്നല്ലേ കുറ്റുള്ളൂ. അതുകൊണ്ട് നാട് വളർച്ച ഉണ്ടോ? അപ്പോൾ മനുഷ്യൻ നിസ്സഹായനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം ഒരു ലോറിയും ഒരാൾ കൂടി അവിടെ പോയിട്ട് എത്ര ലക്ഷം കോടി എത്ര ആളുടെ അധ്വാനം നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ മനുഷ്യൻ നിസ്സഹായനാണ്. ആ മനുഷ്യനാണ് ഈ അഹങ്കാരം കൊണ്ട് ഹമാസിനെ പോലുള്ള അല്ലെങ്കിൽ അവിടെ 100 കണക്കിന് നിരപരാധികളെ കുട്ടികളെയൊക്കെ കൊല്ലുന്നത്. അതൊരു ന്യായീകരണമില്ല. പക്ഷെ അതിനു വേണ്ടി വാദിക്കുന്ന ഇവിടുത്തെ ചില ബുദ്ധിരാക്ഷസന്മാരെന്ന് പറയുന്ന പമ്പര വിഡ്ഢികൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും.
അത് പറഞ്ഞേ തീരൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിൻ്റെ രീതി അങ്ങനെയാണെങ്കിൽ മറ്റേ പലസ്തീൻ്റെ രീതി ഇങ്ങനെയല്ല. നാടിൽ അരാജകത്വം ഉണ്ടാക്കാമെന്നല്ലാതെ ഒരു സമാധാനം ഉണ്ടാക്കാൻ ആരെയും കൊണ്ട് സാധിക്കുന്നുണ്ടോ? അമേരിക്കക്കെതിരെ UN ഐക്യരാഷ്ട്ര സംഘടന എല്ലാം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ലോകത്തെ ഏറ്റവും അവസാനത്തെ സംരക്ഷണ വ്യൂഹമാണ് UNO. വല്ലതും നടക്കുന്നുണ്ടോ? ആദ്യമായിട്ട് UN പിരിച്ചുവിടണം. അല്ലെങ്കിൽ UNOയിൽ പിന്നെ വീറ്റോ പവറുണ്ട് 5 രാഷ്ട്രങ്ങൾക്ക്, അത് ഒഴിവാക്കണം. വീറ്റോ പവർ ഉണ്ടെങ്കിൽ പിന്നെ അല്ലെന്താ കാര്യമില്ലേ? 5 രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രം എതിർത്ത് ആ പ്രമേയം പാസ്സാവില്ല. ഈ 5 പേർക്ക് തൃപ്തി വന്ന് ഒരു പ്രമേയം ലോകത്ത് ഉണ്ടാക്കാൻ സാധ്യമല്ല, പ്രശ്നാധിഷ്ഠമായ വിഷയത്തിൽ. അല്ലാത്തതുണ്ടാവും. അതെങ്ങനെ? അതൊന്നും കാണാതെ ലോകം അന്ധകാരത്തിലേക്ക് പോവാണ്. ലോകം മാത്രം നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് പറയുമ്പോഴേ ഞാൻ നേരെ ലോകത്തിൽ നിന്ന് കേരളത്തിൽ വരുന്നറിയോ? ഇപ്പം പ്രകൃതി, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പ്രകൃതി, നമ്മൾ പ്രകൃതി ഒരിക്കലും മനുഷ്യ നമുക്ക് ദോഷമില്ല, നമ്മൾ കാരണം കൊണ്ടാണ്. എങ്കിലും ആ ഒരു സംവിധാനം അത് ഒരു വശത്ത് കേരളത്തെ നക്കി തുടക്കുമെങ്കിൽ മറുവശത്ത് സാമ്പത്തികമായിട്ട് കൊച്ചു കേരളം അധംപതനത്തിലേക്ക് പോകണം. അവർ ശ്രദ്ധിക്കണ്ടോ? അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസ് അല്ലെങ്കിൽ പിണറായി സഖാവിൻ്റെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഒന്നും കുറ്റമല്ല, അവരൊക്കെ നിമിത്തം മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ അതിന് വിദേശ പണം, അറബികളുടെ പണം വേണം. നമ്മൾ നല്ലൊരു ഷർട്ട് ഇട്ടാക്കിൽ അവിടെ പണം, ഒരു വീട് വയ്ക്കാൻ അവർ പണം. അവർ പണം വാങ്ങി നമ്മൾ കൊണ്ടുവന്ന് സമ്പാദിച്ച് നല്ല ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചും ഷർട്ട് ഇട്ടും വീട് വെച്ച് താമസിക്കുന്നു. എന്നിട്ട് അവർ തെറി പറയും ചെയ്യും. അത് വേറെ കാര്യം. അതിൻ്റെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന പണം കുറഞ്ഞ് അമേരിക്കയെന്നോ ഇറ്റലിയിലേക്കോ ജർമ്മനിയിലേക്കോ പോകുന്ന ഒരു മനുഷ്യനും ഇങ്ങോട്ട് 10 ദിവസം അയക്കില്ല. മാത്രമല്ല ഇവിടുത്തെ പൗരത്വം തന്നെ നശിപ്പിച്ചുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് അവരവിടെ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇനി ഒരു കുറേ കഴിയുമ്പോൾ ജപ്പാനെ പോലെ നമ്മളിവിടെ വൃദ്ധന്മാർ മാത്രമാവും, യുവാക്കൾ ഉണ്ടാവില്ല. അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഭൂമി മനുഷ്യന് ആവശ്യമില്ലാതെ വരും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സിറ്റികളിൽ കോടികൾ കെട്ടഴിയുമ്പോഴാണ് ഗ്രാമങ്ങളിൽ ലക്ഷങ്ങൾ ചെല്ലുന്നത്. അപ്പോഴാണ് ഗ്രാമങ്ങൾ അനക്കുണ്ടാകുന്നത്. ഇത് കോടികൾ കെട്ടഴിയുന്നില്ല. തന്നെയല്ല, ഇപ്പോൾ ഞാൻ ഈ ലാൻഡ് ബ്രോക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഏതാണ്ട് കേരളത്തിലെ ആദ്യത്തെ ഈ യൂണിയൻ ആണ് റിയൽ എസ്റ്റേറ്റ് യൂണിയൻ. അതിലെ 20 ലക്ഷം പേര് ഏതാണ്ട് ഇതിലൂടെ ജീവിക്കുന്നത്. നിങ്ങൾ ഏത് ജംഗ്ഷനിൽ പോയാലും 4-5 ബ്രോക്കർമാരുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ്, അത് കഴിഞ്ഞാൽ ടാക്സി ഡ്രൈവേഴ്സ്, പിന്നെയാണ് പോലീസൊക്കെ വരുന്നത്. അപ്പോൾ ആ 20 ലക്ഷം പേരിലെ ജീവിതമാർഗ്ഗം ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. ബിസിനസ് വളരെ കുറവ്, ഭൂമി ആർക്കും വേണ്ടാത്ത അവസ്ഥ വരാണ്. അപ്പോൾ ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, ഈ കോർപ്പറേറ്റുകൾ വന്ന് ഇപ്പോൾ ലൂലു എടപ്പള്ളിയിൽ വന്നു. ഞാൻ ലൂലു അല്ലെങ്കിൽ വേറെ അതിനേക്കാൾ മോശമായൊരു സ്ഥാപനം വരും, വരാതിരിക്കില്ല. അതിൻ്റെ പേരിൽ ആ ചുറ്റോളം എത്രയോ കടകൾ പൂട്ടിപ്പോയി. എനിക്കറിയാവുന്ന 100 കണക്കിന് പലചരക്ക് കടകൾ, ഒന്നാം നല്ല കച്ചവട പലകട പൂട്ടിപ്പോയി. അവിടെ വേറെ ഇല്ല. അതുപോലെ ഇപ്പോൾ പാലക്കാട് തുടങ്ങാൻ അദ്ദേഹം കേരളം മുഴുവൻ അദ്ദേഹം മാത്രമാണോ? ഓൺലൈൻ ബിസിനസ് അല്ല, ടാറ്റ വെള്ള പോലെയുള്ള അവർക്ക് അങ്ങനെ കോർപ്പറേറ്റുകൾ നമ്മുടെ കൊച്ചു കേരളം കൈയടിക്കും. കേരളം ഏറ്റവും വലിയ മാർക്കറ്റാണല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് കേരളമാണ്. ഇന്ത്യയിൽ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടുവന്ന് കേരളത്തിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ കടകൾ പൂട്ടി വയ്ക്കുക. നിങ്ങൾ ഇപ്പോൾ നോക്കിയ ടുലറ്റ് ബോർഡ്, വാടക, കട കാലിയാക്കൽ പല അടുത്തത് കാണുന്നവരാണ്. മറ്റൊന്നിപ്പോൾ അത് കൂടാതെ വേറൊരു സംവിധാനം, വസ്തു കച്ചവടം നടക്കുക. ടുലറ്റ് എന്നതിന് പ്ലോട്ട് ഫോർ ലെറ്റ്, ഒരു സെയിലിൽ പ്ലോട്ട് ഫോർ റെൻറ്റ്. പ്ലോട്ട് വിൽക്കുന്നില്ല, കെട്ടം വെച്ച് വാടക പോകുന്നില്ല. അപ്പോൾ കെട്ടം വയ്ക്കാനുള്ള പണമില്ല. അവസാനം പ്ലോട്ട് നിങ്ങൾക്ക് വാടക തരാം, എന്നിട്ട് ടെമ്പററി കെട്ടുണ്ടാക്കണം. അപ്പോൾ എല്ലാ നിലക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കടകൾ 100 കടകൾ പൂട്ടി വരാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ 8-10 പ്രാവശ്യം ഈ കോർപ്പറേറ്റിൽ നിന്ന് ഇവിടെ വരുന്ന ബെല്ലടിച്ച് കൊണ്ടുപോകാൻ ഞാനിവിടെ പറഞ്ഞില്ല. അതും എല്ലാ സാധനവും 30 തൊട്ട് കർപ്പൂരം വരെയും കോർപ്പറേറ്റുകളിലെ ഏജൻസികൾ അവർ 10 പൈസ പോയി വയനാട് ദുരിതത്തിന് വേണ്ടി അവർ 10 പൈസ തന്നില്ല, തന്നെല്ലാം കൊടുത്തെല്ലാം ഈ പാവപ്പെട്ട കച്ചവടക്കാർ തന്നെയാണ്. കച്ചവടക്കാർ ചിലർക്ക് ചിലപ്പോൾ പൂഴ്ത്തിവയ്പ്പുണ്ട്, അതൊന്നും ഇപ്പം ഇല്ലെന്ന്. എവിടെ പൂഴ്ത്തിവയ്പ്പ്? അതുമില്ല. കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരാണ്, ചെറുകിട വ്യവസായികളാണ്. ചെറുകിട വ്യവസായം എന്ന് പറയുമ്പോൾ അതിന് ഇൻഡസ്ട്രി ആണ് വ്യവസായികളാണ്.
വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനൊക്കെ നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ PT രാജീവ് വ്യവസായ മന്ത്രി രാജീവ് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലേ? എന്തെങ്കിലും ആലങ്കാരികമായിട്ട് കുറേ ഫ്ലെക്സൊക്കെ വയ്ക്കാം, ആരെങ്കിലും കൊണ്ടു ചായ്ക്കാം, നല്ല ഇതൊന്നും അടിസ്ഥാനമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഒന്നാമത്തെ കേന്ദ്രം നയിക്കുന്നത് കേരളം ഭരിക്കുന്ന കക്ഷിയില്ല. അതിലത് കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകളെല്ലാം അട്ടർലി ഫെയിലിയറാണ് എല്ലാ കാര്യങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രപതി ഭവനും ആ പ്രതിമ ഉണ്ടാക്കിയതും ഒക്കെ നോക്കി, അമ്പലം എല്ലാം ചോർച്ച നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പാലം ഉണ്ടാക്കി, ഡൽഹിയിൽ ആ കളിക്ക് വേണ്ടിയൊക്കെ ഉണ്ടായ അണ്ടർഗ്രൗണ്ട് പാസേജൊക്കെ ഉള്ള വെള്ളം കയറി കിടക്കാണ്, ഉപയോഗിക്കുമ്പോഴെന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ എല്ലാ മറുവശത്ത് കൂടി, അതാണ് പറയാൻ ഞാൻ വന്നത്, മറുവശത്ത് കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനം ഉപയോഗിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ജാതി സെൻസസ് വേണം. രാഹുൽ ഗാന്ധി മാത്രം മുമ്പ് പലരും പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചത്. അതിനെതിരെ തുരങ്കം വയ്ക്കാൻ വേണ്ടി ക്രീമി ലെയർ എന്ന സമ്പ്രദായം എന്ന് കൊണ്ടുവന്നോ അന്ന് സംവരണത്തിൻ്റെ കടക്കൽ കത്തി വീണു. പക്ഷേ എങ്കിലും നമ്മൾ പ്രഥമ ദൃഷ്ടി നോക്കി അതിന് 100% നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല, എതിർക്കാൻ പാടില്ല, അത് വേണം അതൊക്കെ. പക്ഷെ ഇവിടെ നിങ്ങളും ഞാനും മനസ്സിലാക്കാത്തൊരു കാര്യം, എന്തിനാണ് സംവരണം? അത് ജോലിയിട്ട് ജീവിക്കുക. സംവരണം അന്നത്തെ നേതാക്കന്മാർ അത് ജീവിക്കാനോ സമ്പത്തുണ്ടാക്കാനല്ല, സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ്. പണം ഉണ്ടെങ്കിൽ എല്ലാം തീരുമോ? നിങ്ങൾ പദ്ധതിയിൽ ജോലി കിട്ടി പണക്കാരനായി എല്ലാം തീരുമോ? തീരുമെങ്കിൽ ജഗജ്ജീവൻ റാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ജഗജ്ജീവൻ റാം ഉദ്ഘാടനം ചെയ്ത് അന്ന് ആരാണ് ജഗജ്ജീവൻ റാം? സമ്പത്തിന്മേൽ അത് ടാക്സിന്മേൽ ടാക്സ് കൊടുക്കുന്ന മഹാകോടീശ്വരാണ്. ഇന്നത്തെ വലിയ മില്യനേഴ്സാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത പ്രതിമ അതേ വിമാനത്തിക്കതുമായിട്ട് ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചു. അപ്പോൾ അശുദ്ധമായിട്ടുള്ള ഗംഗാ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ജഗജ്ജീവൻ പണക്കാരനില്ലായിരുന്നോ? ഏറ്റവും വലിയ പണക്കാരാണ്, ടാക്സ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതിനർത്ഥം പണമല്ല ഇവിടെ വിഷയം, അംഗീകാരമാണ്. അപ്പോൾ താഴ്ന്നു കിടക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളെ ഉന്നത നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും അവർക്കൊരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയും മാനസിക ധൈര്യത്തിനും ശക്തിക്കും ഉറപ്പിനും വേണ്ടിയാണ് ഈ സംവരണം കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഭരണത്തിൽ പങ്കാളിയാകണം, അപ്പോൾ നമുക്ക് അംഗീകാരം കിട്ടുള്ളൂ. പണം ഉണ്ടെങ്കിൽ അംഗീകാരം കിട്ടില്ല. ഇപ്പോൾ ഇന്നാൾ ഒരാൾ പറഞ്ഞു, ആദിവാസി ജിയിൽ ഒരാൾ സ്വർണ്ണച്ചേരിട്ട് നടക്കുന്ന വലിയ പണക്കാരുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് സംവരണം കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു പറയുന്നത്, എനിക്കിവിടെ വാർഡ് മെമ്പറെ മത്സരിക്കാൻ പറ്റുമോ? ഒരു MLA ആകാൻ പറ്റുമോ? MP ആകാൻ പറ്റുമോ? മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഒരു ആദിവാസിയൊക്കെ എത്ര പണക്കാരായാലും ഒരു MLA MPയോ ഒന്നും ആകാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവനെ മാനസികമായി മറ്റുള്ളവരുടെ മുൻപിൽ ഒപ്പം നിർത്താൻ വേണ്ടി, താഴേക്ക് നിന്ന് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി ഒരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സംവരണം കൊടുക്കുന്നത്. അംഗീകാരം ഉണ്ടെങ്കിൽ പണം മാത്രം പോരാ, പണം ഒരു ഘടകം തന്നെ, പക്ഷെ ഭരണത്തിൽ പങ്കാളിയാകണം. അത് ഭരണത്തിൽ പങ്കാളിയാകുന്നാൽ ഉദ്യോഗത്തിൽ പങ്കാളിയാകണം. ആ ഉദ്യോഗത്തിൽ പങ്കാളിയാകുമ്പോൾ അവനത് ഒരു മാന്യത വന്ന് അല്ലെങ്കിൽ ഒരു അംഗീകാരം വന്നു. ആ അംഗീകാരത്തിന് വേണ്ടിയാണ് സംവരണം കൊടുത്തത്. ഇവിടെ പറയുന്നത് വെച്ചാൽ വിദ്യാഭ്യാസ ലക്ഷ്യം ജോലിയാണെന്ന് പറയുമ്പോഴാണ്. വാസ്തു വിദ്യാഭ്യാസ ലക്ഷ്യം ജോലിയാണോ? അവനെ സാംസ്കാരികമായി ഉയർന്ന നിലയിൽ എത്തിക്കുക എന്നുള്ളതല്ലേ. പക്ഷേ ഇന്നെല്ലാവരും പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. അവൻ്റെ ലക്ഷ്യം അതിനാക്കി അതമ്പതിച്ചു കളഞ്ഞു. അതുപോലെ ഇന്ന് സംവരണം എന്ന് പറഞ്ഞാൽ അവർ ജോലി കിട്ടി അവർ ജീവിക്കാനുള്ള മാർഗമായത്, അങ്ങനെയാണ് വ്യാഖ്യാനം ചെയ്യുന്നത്. പക്ഷേ സംവരണത്തിന് കൊടുത്തതിന് ലക്ഷ്യം ജോലി കിട്ടി സമ്പാദിക്കുക എന്നുള്ളതല്ല, അവന് അംഗീകാരം കിട്ടുക, ആത്മാഭിമാനം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗം, അവിടെ സംവരണത്തിലും ക്രീമി ലെയർ വേണമെന്ന് 4 ജഡ്ജിമാർ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഒരുമിച്ച് വെച്ച് അത് വേണ്ട. പക്ഷേ അതിലും ഈ അതിൽ തന്നെ മോസ്റ്റ് ബാക്ക്വേഡ്, ഇപ്പോൾ 64 ഉപജാതി അട്ടയുണ്ട് ഈ ആദിവാസികളുടെ കൂടുതൽ കേരളത്തിൽ പോലും മറ്റു പല സംസ്ഥാനങ്ങളും അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം അങ്ങനെ ഓരോരുത്തരിൽ എണ്ണം എടുത്തിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമാണ്. അത് പ്രായോഗികമാണ്. 64 ആകെ 10 പോസ്റ്റ് ഉണ്ടാവും ജയിക്കുക. 10 പോസ്റ്റ് ഒഴിവുള്ളെടുത്ത് 64 ജാതി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം പോലും കിട്ടുമോ? ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത് ഈ PSC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അതായത് ഇന്നത്തെ കേരളത്തിൽ നിലവിലുള്ള സംവരണം അനുസരിച്ച് ചില പോസ്റ്റിലേക്ക് ചില വിഭാഗത്തിൽ ആൾ കിട്ടാൻ വരുമ്പോൾ അവർ പ്രത്യേകം ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. അത് പണ്ടുണ്ടായിട്ട് അതിലൊരു ആപ്ലിക്കേഷൻ ക്ഷണിച്ചെന്നറിയോ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പേരുടെ ഷോർട്ടേജ് ആ വിഭാഗത്തിൽ കിട്ടിയില്ല. ആ 2 പോസ്റ്റ് നികത്താൻ വേണ്ടി PSC അപേക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞു.
കേൾക്കണോ? ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആകാൻ സാധ്യതയെന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വർഗങ്ങളുടെ ഇടയിലേക്കാണ് ഈ സർക്കാർ പരസ്യം വരുന്നത്. PSC മുസ്ലിങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്. എന്തിനാണ് കാര്യം? 2 പോസ്റ്റിലേക്ക്. ഇത് ഇവിടുത്തെ ഈ ക്രിസംഗികളും സംഘികളും പിന്നെ മുസംഗികളും. ഇപ്പം മുസംഗി ഉണ്ട്. ഇപ്പോൾ പണം വാങ്ങിച്ചിട്ട് വാദിക്കുക. എത്ര മുസംഗി പേര് മാത്രമേ ഉള്ളൂ. മുസ്ലിം മുതൽ മുസംഗികൾ വാദിക്കുന്നറിയോ? ഇത് കണ്ടോ, പ്രത്യേക റിക്രൂട്ട്മെന്റ്. കാസക്കുട്ടന്മാരും പിന്നെ മറ്റു ചില ചാനലുണ്ടല്ലോ ഒക്കെ എത്ര വർഗീയ വിഷമാണ് ചുമത്തത്. വർഗീയതയാണ്. ഈ 2 പേർക്ക് കൊടുത്തതിനാണ് ഈ പരാതി വന്നത്. ഇപ്പം എന്താണ്, ഒരു കുട്ടി പെരുമ്പാവൂർ നിർമ്മല കോളേജിൽ താമസിക്കാൻ സൗകര്യം ചോദിച്ചു എന്നുള്ളതാണ്. അത് തെറ്റ് തന്നെയാണ്. കാരണം പഠിക്കാൻ പറ്റുന്നവർക്ക് അതൊക്കെ അല്ല, അതിനൊക്കെ പല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉസ്താദ്മാരോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്. അത് ചോദിച്ചെന്തോ ആട്ടെ, ചോദിച്ചാൽ അത് പറ്റൂല, അത് ആ കുട്ടി പിൻവലിഞ്ഞും പോയി. പക്ഷെ അതിനെന്താ വ്യാഖ്യാനം ചെയ്തെന്താണ്? എത്ര അപകടമായ രീതിയിൽ ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ് സൂചിപ്പിച്ചത് മനുഷ്യവർഗങ്ങളാണ് അവർ. ഇന്നിപ്പോൾ കുഞ്ഞു മക്കൾക്ക് മുലപ്പാൽ കൊടുക്കാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വൈഫ് മുലപ്പാൽ കാശ് കൊടുത്തിട്ട് സാധനമല്ലോ തയ്യാറാണ്. ഒരു ശുദ്ധഗതിക്കാരനും ഒന്ന് പറഞ്ഞു പോയി വാട്സപ്പിൽ. അതിൽ ചില കുബുത്തികൾ എനിക്ക് കുപ്പിയിൽ വേണ്ട നേരിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് അവനെ കണ്ണൂർ ആരോ ഈ മിടുക്കന്മാരെ ശരിക്കും കൈകാര്യം ചെയ്തിട്ട് കേൾക്കുന്നത്. അവനെ കൈകാര്യം ചെയ്യുന്ന സംശയമൊന്നുമില്ല. അതിൽ വേറൊരു ക്രിസംഗിയല്ല, ഒരു സംഘിയുടെ ചാനൽ പറഞ്ഞറിയുമോ, ഈ പെട്ടെന്ന് തയ്പ്പിച്ച് കോട്ടിട്ടാണ് സ്ഥലത്തേക്ക് വന്ന കാഴ്ചക്കാരായിട്ടൊക്കെ. എന്തിനാടോ, വയസ്സായില്ല, എത്ര വയലെന്തിന്, 10-65 വയസ്സായിട്ടില്ല, ഈ എത്ര കൊല്ലം ഉണ്ടാവും? ഇങ്ങനെ ജാതീയതയും വർഗീയതയും പറഞ്ഞ് ജനങ്ങൾ തമ്മിൽ തല്ലിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? അങ്ങനെ ഭരിക്കാൻ പറ്റുമെന്നുണ്ട്. ഭരിച്ചു വെച്ചപ്പോൾ കണ്ടില്ലോ, 10 വർഷം ഭരിച്ചതിൻ്റെ ലക്ഷം ഇന്ത്യയിൽ കണ്ടല്ലോ. എത്ര കണ്ടു നമ്മൾ, എത്ര നൂറ്റാണ്ട് പുറകിലേക്ക് പോയി നമ്മുടെ രാജ്യം. ഇത് പറയുന്ന PDPയുടെ ആളോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ആളൊന്നുമില്ല. യഥാർത്ഥ ദേശീയവാദിയായ മതേതരവാദിയായ സോഷ്യലിസ്റ്റ്വാദിയായ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹാജി മൊയ്തീൻ ഷാണ്. വർഗീയത നമ്മുടെ രക്തത്തിൽ പോലും ഇല്ല, മനസ്സിലില്ല. കാരണം തുല്യ നീതി പറഞ്ഞത്. അപ്പോൾ വർഗീയത എന്ന് പറയാൻ പറ്റുമോ? ആ പറയുന്ന ഈ 10 വർഷം നമ്മുടെ രാജ്യം എത്ര താഴെ പോയി. ഇന്നത്തെ ലേറ്റസ്റ്റ് കണക്ക് വിറ്റാമിൻ, അതായത് പോഷകാഹാരക്കുറവ് കാരണം രാജ്യത്ത് 50% കുട്ടികളായിട്ട് പോഷകാഹാരക്കുറവ്. ഭക്ഷണമില്ല, ഉൽപ്പാദനമില്ല. എല്ലാം മറ്റേ കോർപ്പറേറ്റുകൾ ഗോഡൽ വെച്ച് അല്ലെ 30 രൂപ 60 രൂപയില്ലേ, 60-75 രൂപയില്ലേ. അതൊക്കെയാണ്. എത്ര സാധനം വേണമെങ്കിലും ഉൽപ്പാദന സ്ഥലത്ത് തന്നെ ഈ കോർപ്പറേറ്റുകൾ കൊണ്ട് അവൻ്റെ ഗോഡൗൺ വയ്ക്കാൻ അവൻ പറഞ്ഞ വിലയാണ്. അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. ഏതായാലും ഒരു കാര്യം പറയാം, ഞാൻ നിർത്താൻ പോവാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് അപകടത്തിലേക്കാണ് പോകുന്നത്, അത് ആപത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ല. നമുക്ക് ജാതീയത വർഗീയത ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് രാജ്യം നന്നാവില്ല, ഒരിക്കലും നന്നാകാനും പോവില്ല. നമുക്ക് വേണ്ടപ്പോഴും സമാധാനമാണ്. കാരണം എവിടെ സംഘർഷമുള്ള നാടുണ്ടോ ആ നാട് ഒരിക്കലും വളർന്നിട്ടില്ല. ഇപ്പോൾ അറബി നാടായാലും ഏതായാലും ഇപ്പോൾ ഇറാഖ് ഒക്കെ ഉണ്ടായാലും എത്ര വർഷം ഇപ്പോൾ വളർന്നുണ്ടോ? അങ്ങനെ മുന്നോട്ട് പോകുന്നു. സമാധാനമുള്ള ഒരു നാട്ടിലെ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വളർച്ച ഉണ്ടാവുള്ളൂ. ആ മനസ്സമാധാനം വേണമെങ്കിൽ നമ്മൾ എല്ലാവരും തുല്യമായിട്ട് കാണും. ഒരു ജഡ്ജി കാരണം IWCയുടെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോടതിയിൽ ജഡ്ജി പറഞ്ഞ് എല്ലാവർക്കും തുല്യമായി കണക്കാക്കണം എല്ലാവരും. അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്. അങ്ങനെ എല്ലാവരും തുല്യം നിങ്ങൾ കണക്കാക്കി നോക്ക്. അത് ഒരു കാര്യം പറയാം, ഈ സംഘപരിവാരോട് പറയാനുള്ളതെന്നറിയോ, നിങ്ങളുടെ ഈ നശീകരണ വാസുകൂടെ രാജ്യം നശിക്കുകയാണ്. എടോ, നിങ്ങളുടെ ഗസ്റ്റല്ലേ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ. ആ ഗസ്റ്റ് എന്ന ന്യൂനപക്ഷങ്ങൾ കണ്ണെടുത്ത് തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു സംസ്കാരം, കൾച്ചർ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? ഏത് ഇന്ത്യൻ പാരമ്പര്യമാണ്? ഏത് ഹിന്ദു കൾച്ചറാണത്? ഒരു ഹിന്ദു കൾച്ചർ, ഒരു ഇന്ത്യൻ പാരമ്പര്യം അങ്ങനെയല്ല. അതിഥികളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് സംരക്ഷിക്കുക പറയുന്ന ഇതാണ് ഹിന്ദു കൾച്ചറും ഇന്ത്യൻ കൾച്ചറും. പിന്നെ നിങ്ങൾക്ക് എവിടെ? അപ്പോൾ നിങ്ങൾ പറയുന്നൊന്നും ഇന്ത്യയുടെ കൾച്ചറോ ഹിന്ദു കൾച്ചറോ അല്ല, അത് നശീകരണം തന്നെയാണ്. അതിന് ബുദ്ധിയുള്ള ഹിന്ദു സമുദായത്തിലെ നേതാക്കൾ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ച് ഈ നശീകരണവാദികൾ മാറ്റി ജനങ്ങളുടെ തുല്യമായിട്ട് കണ്ട് രാജ്യ പുരോഗതിക്ക് ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരെ താഴെ പോകും. ഇപ്പം തന്നെ പോയി താഴെ പോയി. സാധനങ്ങളൊന്നും വിലവാത്തിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.